ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിനാവശ്യമായ ഇടപെടലുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകിയതായി ഇടത് വലത് എംപിമാർ. അതേസമയം കേരളത്തിൽ 2022 കന്യാസ്ത്രീകൾക്കെതിരെ സമാനമായ കേസെടുത്തതുമായി ബന്ധപ്പെട്ട ജനം TV ചോദ്യത്തിനോട് റഹീം എംപി ഉൾപ്പെടെയുള്ള ഇടത് എംപിമാർ ക്ഷുഭിതനായി. ആദ്യം നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും കേസ് ചൂണ്ടിക്കാട്ടിയതോടെ വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. ഇവരുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കൃത്യമായ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എംപിമാർക്ക് ഉറപ്പ് നൽകിയത്. അതേസമയം തന്നെ ചില ചോദ്യങ്ങളോട് കൃത്യമായ ഉത്തരമില്ലാതെ വിഷമിക്കുകയാണ് ഇടത് വലത് എംപിമാർ, അല്ലേ? ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ടുള്ള കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെ എംപിമാർക്ക് നൽകിയിട്ടുള്ളത്. എംപിമാർ ഒരു നിവേദനം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നൽകിയിരുന്നു. തുടർന്നാണ് ആഭ്യന്തരമന്ത്രി കേരളത്തിലെ എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിലവിൽ സംസ്ഥാന സർക്കാരുകൾ, അതായത് കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡിലെ സംസ്ഥാന സർക്കാരുകളും കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സജീവമായി ഇടപെടുകയും അതിൽ നിയമാനുസൃതമായി അവരെ മോചിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം KP ചൂണ്ടിക്കാട്ടിയതുപോലെ മറ്റു ചില ചോദ്യങ്ങളോട് ഒന്നുകിൽ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ പ്രകോപിതരായിക്കൊണ്ട് മറുപടി പറയുന്ന സമീപനമാണ് UDF എംപിമാർ ഇടത് എംപിമാരും സ്വീകരിച്ചിട്ടുള്ളത്. അതിലൊന്ന് UDF എംപിമാരോട് ജനം TV ഉയർത്തിയിട്ടുള്ള ചോദ്യം, ഇത്തരത്തിൽ സമാനമായിട്ടുള്ള കേസ് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് 2021 ഛത്തീസ്ഗഡിൽ തന്നെ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും അച്ഛന്മാരുൾപ്പെടെയും മാസങ്ങളോളം ജയിലിൽ കടന്നിരുന്നു. അന്ന് കോൺഗ്രസ് ഭരണമായിരുന്നു ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല. ഒപ്പം ആ സംസ്ഥാനത്തെ നിയമാനുസൃതമായിട്ടുള്ള നടപടികളല്ലേ ഉണ്ടായത് എന്ന ചോദ്യത്തോട് തീർത്തും മൗനം പാലിക്കുകയും അത്തരം വിഷയങ്ങൾ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം ഇടത് എംപിമാരോട് 2022 തൃശ്ശൂരിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെ ഇതേ സമാനമായിട്ടുള്ള വിഷയത്തിൽ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോഴാണ് റഹീം MP ഉൾപ്പെടെയുള്ള ഇടത് എംപിമാർ ക്ഷുഭിതരാകുകയും പ്രകോപിതരായിക്കൊണ്ട് നിങ്ങൾ ഏതാണ് മാധ്യമ സ്ഥാപനം എന്നുൾപ്പെടെ ചോദിച്ചുകൊണ്ട് പ്രകോപിതരായിക്കൊണ്ട് മറുപടി നൽകുകയും ചെയ്തിട്ടുള്ളത്. 2022 കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസെടുത്തത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത് സമാനമായ വിഷയമല്ലെന്നും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, ചോദ്യം തന്നെ തെറ്റാണ്, കള്ളത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കേസിന്റെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ വ്യക്തമായിട്ടുള്ള മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറാനും നിലവിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കുന്ന വിഷയത്തിലാണ് ചർച്ച നടക്കേണ്ടതെന്നുമാണ് ഇടത് എംപിമാർ ചൂണ്ടിക്കാട്ടിയത്. സ്വന്തം സംസ്ഥാനത്ത് നടന്നിട്ടുള്ള വിഷയത്തിൽ പ്രതികരണമില്ല എന്ന ചോദ്യമാണ് റഹീം ഉൾപ്പെടെയുള്ള ഇടത് എംപിമാരെ ക്ഷുഭിതരാക്കിയത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.